ഹലോ എവ്രി വൺ. ജോൺ മിൽട്ടൺ എന്ന മഹാനായ ഒരു കവിയുടെ വളരെ ചെറിയ ഒരു പോം, ഒരു സോണിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കില്ല, 14 വരികളെ ഉണ്ടാവുള്ളൂ. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന കവിതയാണ് നമ്മൾ ഇന്ന് ലൈൻ ബൈ ലൈനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സ്വാഗതം പുതിയ അധ്യായത്തിലേക്ക്. കവിതയുടെ ഡയറക്റ്റ് അനാലിസിസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കവിത അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശമുള്ള രചനയാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന ഒരു കവിത എഴുതിയത് എന്നതിൻ്റെ ഒരു സിറ്റുവേഷനും കൂടെ പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മനസ്സിലാവും. ജോൺ മിൽട്ടൺ, നിങ്ങൾക്കറിയാം, പാരഡൈസ് ലോസ്റ്റ്, പാരഡൈസ് റീഗെയിൻഡ്, lycidas പോലെ വളരെ ഫേമസ് ആയ ഗംഭീരമായ കവിതകളുടെ രചയിതാവാണ്. പാരഡൈസ് ലോസ്റ്റ് ഒക്കെ എപ്പിക്കായിട്ട് പരിഗണിക്കപ്പെടുന്ന, ഗ്രാൻഡ് എപ്പിക്കായിട്ട് പരിഗണിക്കപ്പെടുന്ന രചനയാണ്. പക്ഷേ അദ്ദേഹം അന്ധനായതിനു ശേഷമാണ് ഈ മികച്ച രചനകളൊക്കെ നടത്തുന്നത് എന്നതാണ് സത്യം. അതായത് റെസ്റ്റോറേഷൻ പീരീഡിൽ, കൃത്യമായി പറഞ്ഞാൽ ഇദ്ദേഹം പ്യൂരിറ്റനായിരുന്നു. പ്യൂരിറ്റൻ എന്ന് വെച്ചാൽ എക്സ്ട്രീം ക്രിസ്ത്യാനിറ്റി ആയിരുന്നു. അങ്ങനെ ചാൾസ് ഫസ്റ്റിൻ്റെ കാലത്ത് 1649 ചാൾസ് ഫസ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് പ്യൂരിറ്റൻസ് ഭരണം ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഒലിവർ ക്രോംവെല് റൂളറാകുന്നു. ഒലിവർ ക്രോംവെല് പക്ഷേ ജനങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ അല്ലായിരുന്നു. അദ്ദേഹം ഒരു അടിച്ചമർത്തൽ ഭരണമാണ്, അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഒരുപാട് പാടില്ലകൾ കൊണ്ട് ഭരണം നടത്തിയ ഒരാളായിരുന്നു ഒലിവർ ക്രോംവെൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള പ്യൂരിറ്റൻ ലീഡറായിരുന്നു ഇദ്ദേഹം. ഈ കാലയളവിലാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത്. ഏകദേശം മധ്യവയസ്കനാകുന്ന സമയത്ത് തന്നെ, 40 വയസ്സിന് മുമ്പ് തന്നെ കാഴ്ച ഏകദേശം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒലിവർ ക്രോംവെല്ലിൻ്റെ മരണത്തിന് ശേഷം 1658 ഒലിവർ ക്രോംവെൽ മരണപ്പെട്ടത്. 2 വർഷം കഴിഞ്ഞ ഉടനെ 1660 ആളുകൾ വീണ്ടും പുറത്തിറങ്ങുകയും അവർ സമരം ചെയ്യുകയും അങ്ങനെ ചാൾസ് സെക്കൻഡിനെ രാജാവായിട്ട് വാഴിക്കുകയും ചെയ്തു. അതിനാണ് റെസ്റ്റോറേഷൻ എന്ന് പറയുക. ഈ റെസ്റ്റോറേഷന് ശേഷം പ്യൂരിറ്റൻ ലീഡേഴ്സിനെ, അവരെ ക്രൂരമായി ഭരിച്ച പ്യൂരിറ്റൻ ലീഡേഴ്സിനെ ശിക്ഷിക്കാൻ അവർ തീരുമാനിക്കുകയും അങ്ങനെ പല നേതാക്കന്മാരെയും വധിക്കുകയും ചെയ്തു. ആ കൂട്ടത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടൊരു വ്യക്തിയായിരുന്നു ജോൺ മിൽട്ടൺ. പക്ഷേ അദ്ദേഹം അന്ധനായിരുന്നു എന്ന കാരണത്താലും അദ്ദേഹം വളരെ മികച്ചൊരു സ്കോളറാണെന്ന പല കാരണങ്ങളാലും അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫേഴ്സ് പറയുന്നത്, എത്ര ഹിസ്റ്റോറിയൻസ് പറയുന്നത്. അങ്ങനെ താൻ അന്ധനായതിനു ശേഷം, പ്യൂരിറ്റൻസിൻ്റെ ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം, പ്യൂരിറ്റൻസിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം വളരെ ബിസി ആയിരുന്നു. അദ്ദേഹം വലിയ പൊളിറ്റീഷ്യൻസിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ഡ്യൂട്ടികളും ഉണ്ടായിരുന്നു. അതിനുശേഷം ചാൾസ് സെക്കൻഡ് വന്നതിന് ശേഷം അന്ധനായി വീട്ടിലിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗംഭീരമായ രചനകളെല്ലാം അദ്ദേഹം രചിച്ചത് എന്നതാണ് റിയാലിറ്റി. അപ്പോൾ ഇതാണ് അദ്ദേഹം ഈ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്, തൻ്റെ അന്ധതയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന രൂപത്തിൽ അദ്ദേഹം എഴുതാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ വയസ്സിന് മുമ്പേ തന്നെ പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ട ഒരു കവിയായിരുന്നു ജോൺ മിൽട്ടൺ. സോണിറ്റ് ഫോമിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ ഫോം പെട്രാർക്കൻ സോണിറ്റാണ്. പെട്രാർക്കൻ സോണിറ്റ് ആണെങ്കിലും മറ്റേത് സോണിറ്റുകളാണെങ്കിലും പേഴ്സണലായ കാര്യങ്ങൾ പറയാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് നമുക്ക് ലൈൻ ബൈ ലൈനായിട്ട് വായിക്കാം. അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സോണിറ്റിൻ്റെ പ്രത്യേകതകൾ പറയാം. ഫസ്റ്റ് ലൈൻ: വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് ഈസ് സ്പെൻറ്റ്. ഞാൻ പരിഗണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ആലോചനയ്ക്കെടുക്കുമ്പോൾ, ഹൗ മൈ ലൈറ്റ് ഈസ് സ്പെൻറ്റ്, എൻ്റെ പ്രകാശം എങ്ങനെയാണ് ഇല്ലാതായതെന്ന്, എൻ്റെ കാഴ്ച എങ്ങനെയാണ് ദുർബലപ്പെട്ടതെന്ന് ചിന്തിക്കുമ്പോൾ. ഈ സ്പെൻഡ് എന്ന് പറയുന്ന പ്രയോഗത്തിന് പലപ്പോഴും കുട്ടികൾക്ക് സംശയം വരാറുണ്ട്. ചെലവഴിക്കപ്പെടുക എന്ന മീനിങ് അല്ലേ? അപ്പോൾ സ്പെൻറ്റ് അതിൽ സ്പെൻഡ് എന്ന് വെച്ചാൽ ചിലവഴിച്ച് തീർക്കുക, ഉപയോഗിച്ച് തീർക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ V3, പിന്നെ ഇവിടെ ലൈറ്റ് ഈസ് സ്പെൻറ്റ് എന്ന് പറയുന്നിടത്ത് V3 ഫോമിൻ്റെ V3 ഫോമിനെ വിശേഷണമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഏതർത്ഥത്തിലാണ് വരിക? നൗണിൻ്റെ മീനിങ്ങിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ വരും? ഉപയോഗിക്കപ്പെട്ട് തീർന്നത്, അത് ഇനി ഉപയോഗമില്ലാത്തത് അല്ലെങ്കിൽ ദുർബലമായത് എന്നർത്ഥം വരും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ അർത്ഥം കിട്ടുന്നത്. ഒരുപാട് പേർക്ക് അറിയാം, പക്ഷേ പലർക്കും അത് ഡൗട്ട് വരാറുണ്ട്, കുട്ടികൾക്ക് അത് ഡൗട്ട് വരാറുണ്ട്. മൈ ലൈറ്റ് ഈസ് സ്പെൻറ്റ്, എങ്ങനെയാണ് എൻ്റെ കാഴ്ച ദുർബലപ്പെട്ടതെന്ന്. ഹാഫ് മൈ ഡേയ്സ് എന്ന് വെച്ചാൽ ബിഫോർ, എൻ്റെ കാലം, എൻ്റെ ആയുസ് പകുതി ആകുന്നതിന് മുമ്പ് തന്നെ, ഞാൻ പറഞ്ഞല്ലോ മധ്യവയസ്സിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടമായിരുന്നു. ഇൻ ദിസ് ഡാർക്ക് വേൾഡ് ആൻഡ് വൈഡ്, ഈ ഇരുണ്ട ലോകത്ത്, ആൻഡ് വൈഡ്, വിശാലമായി.
അപ്പോൾ ഡാർക്കാവുക, അതിൻ്റെ കൂടെ വിശാലമാവുക എന്ന് പറയുന്നതിന് ഒരു കൊണോട്ടഡ് മീനിങ് ഉണ്ട്. ഒന്ന്, പ്യൂരിറ്റൻസിൻ്റെ ഭരണം കഴിഞ്ഞു, ആ ഒരു നല്ല കാലം കഴിഞ്ഞു, ഇപ്പോൾ ഡാർക്കായി എന്നതാണോ ഉദ്ദേശിക്കുന്നത്? അതോ അദ്ദേഹത്തിൻ്റെ കാഴ്ച പോയത് കൊണ്ട് ലോകം ഡാർക്കായി എന്നാണോ? ഇവിടെ കാഴ്ച പോയത് കൊണ്ട് ഡാർക്കായി എന്നാണ് മനസ്സിലാവുന്നത്. കാരണം അല്ല എങ്കിൽ വൈഡ് എന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, കാരണം ഡാർക്കായ വേൾഡ് അന്ധനെ സംബന്ധിച്ചിടത്തോളം വൈഡാകുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വൈഡാകുന്നു അല്ലേ? കാരണം ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലല്ലോ, എല്ലാം എവിടെ നോക്കിയാലും സമാനമായ കാഴ്ചകളാണ്, എല്ലായിടത്തും ഇരട്ടാണ്, അതുകൊണ്ട് വൈഡാകുന്നു. അപ്പോൾ അങ്ങനെ ഒരു ലോകത്ത് എൻ്റെ കാഴ്ച നഷ്ടമായതിനെക്കുറിച്ച് പരിഗണിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആൻഡ് ദാറ്റ് വൺ ടാലൻറ്റ്, ആ ഒരു ശേഷി, വിച്ച് ഈസ് ഡെത്ത് ടു ഹൈഡ്, മരണം മാത്രമേ അതിനെ മറച്ച് കളയുകയുള്ളൂ, അങ്ങനെയുള്ള ഒരു ശേഷി. അതേതാണ് ശേഷി? അദ്ദേഹത്തിൻ്റെ എഴുതാനുള്ള ശേഷി അല്ലേ? കവിത എഴുതാനുള്ള, കാവ്യമാക്കാനുള്ള, ആശയങ്ങളെ കവിവൽക്കരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പോയറ്റിക് ടാലൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഈ പോയറ്റിക് ടാലൻറ്റ് ലോഡ്സ് വിത്ത് മീ യൂസ്ലെസ്, എന്നിൽ തന്നെ അടിഞ്ഞു കിടക്കവേ, ലോഡ്സ്ഡ് അത് നിക്ഷേപിക്കപ്പെട്ടിരിക്കവേ, യൂസ്ലെസ് ഉപയോഗമില്ലാതെ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന് നല്ല പോയറ്റിക് ടാലൻ്റ് ഉണ്ട്. പക്ഷേ അദ്ദേഹം പറയുകയാണ്, എൻ്റെ മരണത്തിന് മാത്രം തടുക്കാൻ കഴിയുന്നതാണ് എൻ്റെ പോയറ്റിക് ടാലൻറ്റ്. എന്ന് വെച്ചാൽ മരണം വരെ ഉപയോഗിക്കേണ്ടതാണ് ടാലൻറ്റ്. ഇപ്പോൾ എനിക്ക് എൻ്റെ അന്ധത നിമിത്തം ഇത് പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. അപ്പോൾ എൻ്റെ ടാലൻറ്റ് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരവസ്ഥ, അത് മരണസമാനമാണ് എന്നൊരു മീനിങ് കൂടെ അവിടെയുണ്ട്. ലോഡ്സ് വിത്ത് മീ യൂസ്ലെസ്, അത് എന്നിൽ തന്നെ ഉപയോഗമില്ലാതെ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോൾ ധോ മൈ സോൾ, എൻ്റെ ആത്മാവട്ടെ, മോർ ബെൻ ടു സെർവ് ദ വിത്ത് മൈ മേക്കർ, അതുകൊണ്ട് ദ വിത്ത് അതുമായി എൻ്റെ ടാലൻറ്റ് കൊണ്ട് എൻ്റെ മേക്കറെ, മൈ മേക്കർ, മേക്കറുടെ എം ക്യാപിറ്റലാണ്. അപ്പോൾ മേക്കർ ആരാണ്? ഗോഡാണ്. എൻ്റെ സ്രഷ്ടാവിനെ കൂടുതൽ സേവിക്കാൻ തയ്യാറുണ്ടെങ്കിലും ആര്? മൈ സോൾ, എൻ്റെ ആത്മാവ് എൻ്റെ പോയറ്റിക് ടാലൻറ്റുമായി ദൈവത്തെ കൂടുതൽ സേവിക്കാൻ തയ്യാറുണ്ടെങ്കിൽ പോലും അതിന് കഴിയില്ല എന്ന സിറ്റുവേഷനാണ് പറയുന്നത്. എന്നിട്ടോ ആൻഡ് പ്രസൻറ്റ് മൈ ട്രൂ അക്കൗണ്ട്, എൻ്റെ ട്രൂ അക്കൗണ്ട് പ്രസൻറ്റ് ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ പോലും. അപ്പോൾ ഈ ട്രൂ അക്കൗണ്ട് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്ത് മീനിങ്ങിലാണ്? ഒന്ന്, അദ്ദേഹത്തിൻ്റെ തന്നെ യഥാർത്ഥ സിറ്റുവേഷൻ എന്താണ് എന്ന് ദൈവത്തോട് വിശദീകരിക്കുക അല്ലേ? രണ്ട്, അദ്ദേഹം ഈ പോയറ്റിക് ടാലൻറ്റ് ഉപയോഗിച്ച് ഒരുപാട് രചനകൾ നടത്തി അദ്ദേഹത്തിൻ്റെ രചനകളാകുന്ന അക്കൗണ്ട് ദൈവത്തിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയായാലും എൻ്റെ പോയറ്റിക് ടാലൻറ്റ് കൊണ്ട് മികച്ച സൃഷ്ടികൾ നടത്തി അതിനെ പ്രസൻറ്റ് ചെയ്യാനും ആത്മാവൊരുക്കമാണെങ്കിലും അതിന് കഴിയില്ലല്ലോ എന്ന വിലാപമാണ് കവി ആദ്യ ഭാഗത്ത് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സോണിറ്റിൻ്റെ ആദ്യ ഭാഗത്ത് അവതരിപ്പിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ പിന്നീട് മധ്യഭാഗത്ത് ചർച്ച ചെയ്യുകയും അവസാനം ആകുമ്പോഴേക്കും അതിന് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ സ്വന്തമായൊരു എന്താ പറയുക, സമാധാനിക്കാനുള്ള ഒരു മാർഗം കവി തന്നെ കണ്ടെത്തുകയും ചെയ്യുന്ന രീതിയാണ് ഉണ്ടാവാറുള്ളത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് അദ്ദേഹം തന്നെ ചിന്തിക്കുകയാണ്, ലെസ്റ്റ് അല്ല എങ്കിൽ ഹി റിട്ടേണിങ് ചൈൽഡ്, അദ്ദേഹം ഒരുപക്ഷെ കോപിച്ചേക്കാം. ആര്? ദൈവം. ഡെത്ത് ഗോഡ് എക്സാക്ട് ഡേ ലേബർ ലൈറ്റ് ഡിനൈഡ്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ ചോദ്യമായിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ദൈവത്തോട് നേരിട്ട് ചോദിക്കുന്നത് പോലെ ചോദിക്കുകയാണ്, ദൈവം അങ്ങനെ ചെയ്തേക്കുമോ? എക്സാക്ട് ഡേ ലേബർ, ഏത് ദിവസം? എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉത്തരം കിട്ടുന്ന അല്ലെങ്കിൽ പ്രതിഫലം ലഭിക്കുന്ന ദിവസം. അതേതാണ്? സെമിറ്റിക് റിലീജിയൻസൊക്കെ ചിന്തിക്കുന്നത് പോലെ പ്രതിഫലം ലഭിക്കുന്ന നാൾ. അപ്പോൾ ദൈവം മടക്കി വിളിക്കുകയും അവിടെ വെച്ച് എന്താ പറയുക, നന്മതിന്മകൾക്കുള്ള പ്രതിഫലം നൽകുകയും ചെയ്യുന്ന നാൾ. ലൈറ്റ് ഡിനൈഡ്, കാഴ്ച വിലക്കപ്പെട്ടവനോടും അങ്ങ് കോപിച്ചേക്കുമോ? ഐ ഫോൺലി ആസ്ക്, ഞാൻ ആത്മാർത്ഥതയോടെ ഫോണ്ടായി ചോദിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് ഫുൾ സ്റ്റോപ്പ് വരുന്നത്? അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ മീനിങ് എന്താണ്? ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കുമ്പോൾ, മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ ചോദിച്ചു പോവാണ്, ദൈവമേ, നീ പ്രതിഫല നാളിൽ കാഴ്ച നഷ്ടപ്പെട്ടവനു നേരെയും ഈ ചോദ്യം എറിയുമോ? എന്തുകൊണ്ട് നിൻ്റെ ടാലൻറ്റ് ഉപയോഗിച്ചില്ല എന്ന ചോദ്യം എറിഞ്ഞേക്കുമോ എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. ബട്ട് പേഷ്യൻസ്, പക്ഷേ പിന്നെ അദ്ദേഹം പറയുന്നു, പക്ഷേ പേഷ്യൻസ്, ആ പേഷ്യൻസിൻ്റെ പി ക്യാപിറ്റലാണ്. അപ്പോൾ പേഷ്യൻസിനെ പേഴ്സണിഫൈ ചെയ്തിരിക്കുകയാണ്. പേഷ്യൻസിൻ്റെ ഫോമിലുള്ള പലതും ചിലപ്പോൾ മാലാഖയാവാം, അല്ലെങ്കിൽ പേഷ്യൻസ് തന്നെ രൂപിയായി വന്ന് പറയുന്നു എന്നാവാം. അങ്ങനെ ടു പ്രിവെൻറ്റ് ദാറ്റ് മർമർ, എൻ്റെ ഈ മർമ്മരങ്ങളെ, എൻ്റെ ഈ മന്ത്രണങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യാനെന്നോണം പേഷ്യൻസ് സൂൺ റിപ്ലൈസ്
ക്ഷമ വളരെ പെട്ടെന്ന് തന്നെ മറുപടി നൽകി. അപ്പോൾ ഈ ടാലൻറ്റ് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്ന ദുഃഖത്തെ ക്ഷമ കൊണ്ട് മാത്രമേ നേരിടാൻ കഴിയുള്ളൂ. ആ പേഷ്യൻസ് മറുപടി നൽകുകയാണ്. എന്താ പറയുന്നത്? ഗോഡ് ഡസ് നോട്ട് നീഡ് ഐദർ മാൻസ് വർക്ക്. ദൈവത്തിന് മനുഷ്യൻ ചെയ്തതൊന്നും ആവശ്യമില്ല. ഓർ ഹിസ് ഓൺ ഗിഫ്റ്റ്സ്, ദൈവത്തിൻ്റെ തന്നെ ഗിഫ്റ്റുകളും ആവശ്യമില്ല. അതായത് ദൈവത്തിൻ്റെ തന്നെ ഗിഫ്റ്റുകൾ, ദൈവം തന്നെ മനുഷ്യന് നൽകിയ ഗിഫ്റ്റുകൾ അല്ലേ, അതൊരിക്കലും ദൈവം തിരിച്ചു ചോദിക്കാനും പോകുന്നില്ല. ഞാൻ തന്ന കഴിവുകൾ കൊണ്ട് നീ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കാനും പോകുന്നില്ല. അങ്ങനെ രണ്ട് മീനിങ്ങുകളിലാണ്. മനുഷ്യൻ ചെയ്യുന്നതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. പക്ഷേ അതായത് മനുഷ്യൻ എന്തെങ്കിലും ചെയ്തു എന്ന് കരുതി ദൈവത്തിന് ഉപകാരമൊന്നുമില്ല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ദൈവത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത്. പിന്നെ എന്താണ്? ഹൂ ബെസ്റ്റ് ബിയർ ഹിസ് മൈൽഡ് യോക്ക്, ആരാണോ ഏറ്റവും മികച്ച രൂപത്തിൽ അവൻ്റെ മൈൽഡ് യോക്കിനെ ചുമക്കുന്നത്. യോക്ക് എന്ന് വെച്ചാൽ നുകം, കാളയുടെ അല്ലെങ്കിൽ പോത്തിൻ്റെയൊക്കെ കഴുത്തിൽ വെച്ച് കെട്ടുന്ന ആ വണ്ടി വലിക്കുമ്പോൾ കഴുത്തിൽ വെച്ച് കെട്ടുന്ന ആ പാർട്ടാണ് നുകം. അപ്പോൾ ആരാണോ അവനവന് കെട്ടിയ നുകം, മൈൽഡ് യോക്ക്, മൈൽഡ് എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് അല്ല, പാകത്തിനുള്ള അല്ലെ, ഓരോരുത്തരുടെയും പാകത്തിനുള്ള നുകമാണ് ദൈവം എല്ലാവർക്കും നൽകിയിരിക്കുന്നത് എന്ന ഒരു കൊണോട്ടഡ് മീനിങ് അവിടെയുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും കിട്ടുന്ന മൈൽഡ് യോക്കിനെ ആരാണോ ഏറ്റവും ബെസ്റ്റായിട്ട് ചുമക്കുന്നത്, ദേ സെർവ് ഹിം ബെസ്റ്റ്, അവരാണ് ദൈവത്തെ ഏറ്റവും നന്നായിട്ട് സെർവ് ചെയ്യുന്നത്. അപ്പോൾ പറയുന്നത് ഇതാണ്, ഓരോരുത്തർക്കും ദൈവം ഓരോരോ അവസ്ഥകളും ഓരോരോ ശേഷികളുമാണ് തന്നിട്ടുള്ളത്. അതാണ് മൈൽഡ് യോക്ക്. തൻ്റെ ഫേറ്റ്, തൻ്റെ വിധി, തനിക്ക് ലഭിച്ച സാഹചര്യം, തൻ്റെ സമ്പത്ത്, തനിക്ക് ലഭിച്ച സൗകര്യങ്ങൾ, ഈ മൈൽഡ് യോക്കിനോട് ഏറ്റവും നീതി പുലർത്തുന്നത് ആരാണോ അവനാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ ഏറ്റവും നന്നായി സെർവ് ചെയ്യുന്നത്. അതായത് ഒരു സമ്പന്നൻ ഒരു ദരിദ്രനേക്കാൾ ശ്രേഷ്ഠനാവുന്നില്ല. എങ്ങനെ? അവൻ ഒരുപാട് ദാനം ചെയ്യുന്നു എന്ന കാരണത്താൽ, ഇവനൊന്നും ദാനം ചെയ്യുന്നില്ല അല്ലെങ്കിൽ വളരെ കുറച്ചേ കൊടുക്കുന്നുള്ളൂ എന്ന കാരണത്താൽ. കാരണം രണ്ടു പേർക്കും നൽകപ്പെട്ട നുകങ്ങൾ വ്യത്യസ്തമാണ്. രണ്ടു പേരെയും വ്യത്യസ്തമായ നിലങ്ങളിലാണ് പൂട്ടാനിറക്കിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തർക്കും ലഭിച്ച യോക്കിനോട്, ഓരോരുത്തർക്കും ലഭിച്ച സിറ്റുവേഷനോട് ആരാണോ നീതി പുലർത്തുന്നത് അതാണ് ദൈവത്തെ സെർവ് ചെയ്യൽ. അല്ലാതെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിന് ആവശ്യമൊന്നുമില്ല. ഓക്കെ, പിന്നെയോ അതിനെ വിശദീകരിക്കുകയാണ്. ഹിസ് സ്റ്റേറ്റ് ഈസ് കിങ്ലി, ദൈവത്തിൻ്റെ സ്ഥാനം കിങ്ലി എത്രേ, രാജകീയമെത്രേ, പ്രൗഢമെത്രേ. തൗസൻഡ്സ് ആർ ഹിസ് ബിഡിങ് സ്പീഡ്, ദൈവത്തിൻ്റെ ആജ്ഞക്കനുസരിച്ച് ആയിരങ്ങളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് മനുഷ്യരെക്കുറിച്ചാണ് എന്നും പറയാം, മാലാഖമാരെക്കുറിച്ചാണ് എന്നും പറയാം. എങ്ങനെയാണ്? രണ്ടാണെങ്കിലും സെയിം മീനിങ് തന്നെയാണ് വരിക. അപ്പോൾ ഉദാഹരണത്തിന് മാലാഖമാരാണെങ്കിൽ ആയിരക്കണക്കിന് മാലാഖമാർ ദൈവത്തിൻ്റെ ആജ്ഞക്കനുസരിച്ച് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആൻഡ് പോസ്റ്റ് ഓവർ ലാൻഡ് ആൻഡ് ഓഷൻ, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? പോസ്റ്റ് ഓവർ ലാൻഡ് ആൻഡ് ഓഷൻ, കരയിലും കടലിലുമായി ഒരുപാട് ഡ്യൂട്ടികൾ ഏൽപ്പിച്ച് അവരങ്ങനെ അധ്വാനിച്ചു കൊണ്ടേയിരിക്കുകയാണ്, വിതൗട്ട് റെസ്റ്റ്, ഒരു വിശ്രമവുമില്ലാതെ. അപ്പോൾ ദൈവത്തിൻ്റെ ആജ്ഞയനുസരിച്ച് അവരങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ദേ ഓൾസോ സെർവ് ഹൂ ഓൺലി സ്റ്റാൻഡ് ആൻഡ് വെയിറ്റ്. പക്ഷേ ദേ ഓൾസോ സെർവ്, അവരും ദൈവത്തെ സെർവ് ചെയ്യുന്നവർ, സേവിക്കുന്നവർ തന്നെയാണ്. ആര്? ഈ വർക്ക് ചെയ്യുന്നവരല്ല, അതവിടെ കഴിഞ്ഞല്ലോ. ഇവർ ആരാണത്? ഹൂ, ഒരു വിഭാഗം, ഓൺലി സ്റ്റാൻഡ് ആൻഡ് വെയിറ്റ്, വെറുതെ നിൽക്കുകയും ദൈവത്തിൻ്റെ ആജ്ഞയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുക മാത്രം ചെയ്യുന്നവരും. അപ്പോൾ ഒരുപാട് മാലാഖമാർക്ക് ഒരുപാട് ഡ്യൂട്ടികളുണ്ട്. കുറേ പേരുടെ ഡ്യൂട്ടി എന്താണ്? ദൈവത്തിൻ്റെ ആജ്ഞ എപ്പോഴാണോ വരുന്നത് എന്ന് നിന്നിങ്ങനെ വെയിറ്റ് ചെയ്യലാണ്. അവരും സത്യത്തിൽ ദൈവത്തെ ഏറ്റവും നന്നായി സെർവ് ചെയ്യുന്നവർ തന്നെയാണ്. കാരണം അവർക്ക് ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടി അതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടിയുടെ, ഓരോരുത്തരുടെയും കഴുത്തിൽ ദൈവം വെച്ച് തന്നിട്ടുള്ള യോക്കിൻ്റെ, നുകത്തിനോടനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നത് മാത്രമാണ് ദൈവത്തെ സേവിക്കുക എന്നതിനർത്ഥം. അതുകൊണ്ട് ഇവിടെ ഇനി മാലാഖമാർക്ക് പകരം മനുഷ്യരാക്കിയാലും സമാനമാണ്. ഓരോ മനുഷ്യർക്കും ഓരോ ഡ്യൂട്ടികളാണ്. ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള സിറ്റുവേഷനും സൗകര്യങ്ങളും അനുസരിച്ചാണ് അവരുടെ ക്വാളിറ്റി ദൈവം അളക്കുന്നത്. അപ്പോൾ കാഴ്ചയില്ലാത്തവൻ എങ്ങനെ? അവനനുസരിച്ച് മാത്രം അവൻ്റെ ടാലൻറ്റ് ഉപയോഗിച്ചാൽ മതി. എന്തുകൊണ്ട് നിൻ്റെ ഇത്രയും ഗംഭീരമായ പോയറ്റിക് ടാലൻറ്റ് നീ വേണ്ടത്ര ഉപയോഗിച്ചില്ല എന്ന് ലൈറ്റ് ഡിനൈഡ് ആയ ഒരു വ്യക്തിയോട്, കാഴ്ചകൾ തിരിച്ചെടുക്കപ്പെട്ട, ഡിനൈ ചെയ്യപ്പെട്ട, വിലക്കപ്പെട്ട ഒരു വ്യക്തിയോട് ദൈവം ചോദിക്കില്ല. ദൈവത്തിന് നീതിയാണ്, ഫെയറാണ് ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പേഷ്യൻസ് എനിക്ക് മറുപടിയായിട്ട് മന്ത്രിച്ചു എന്നാണ് കവി പറയുന്നത്. ഇത് പെട്രാർക്കൻ സോണറ്റ് ഫോമാണ്. ആദ്യത്തെ ABBA CDE അങ്ങനെയാണ് ഇതിൻ്റെ റൈമിംഗ് സ്കീം. അതേതാണ്? പെട്രാർക്കൻ റൈം സ്കീമാണ് അല്ലേ. ആദ്യത്തെ ഒക്ടേവ്, 8 വരിക്ക് ഒക്ടേവ് എന്നും രണ്ടാമത്തെ സെക്ഷന് സെസ്റ്ററ്റ് എന്നും വിളിക്കാം. ഇതിൻ്റെ പെട്രാർക്കൻ സോണറ്റ്
ഫോമുൻസ് അനുസരിച്ചുള്ള ഒരു ഗംഭീരമായ സോണിറ്റാണത്. അപ്പോൾ ഇത് ഓട്ടോബയോഗ്രഫി ഇലമെൻറ്റ്സ് ഒരുപാടുള്ളതാണ്. അപ്പോൾ ഇതിലെ ക്രിസ്ത്യൻ ഇലമെൻറ്റ്സ്, ഇക്ലേസിയാസ്റ്റിക്കൽ ഇലമെൻറ്റ്സും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. സംഭവം അത്രയേ ഉള്ളൂ. ദൈവികമായ പരികൽപ്പനകൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പ്രത്യക്ഷപ്പെട്ടുള്ളത്, ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യക്ഷപ്പെട്ടുള്ളത്, കവി എന്തിനാണ് അവ ഉപയോഗിക്കുന്നത് എന്ന് പഠിക്കുക. ഓക്കെ, വീണ്ടും കാണാം. ഗുഡ് ബൈ.